സഭയാണ്, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങള് അവർ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ 1, 2, 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്നാണ്. അത് കുടിലാണെങ്കിലും, കൊട്ടാരത്തിലാണെങ്കിലും, വഴിയിലാണെങ്കിലും, വലിയ സഭയ്ക്കുള്ളിലാണെങ്കിലും, ചെറിയ സഭയ്ക്കുള്ളിലാണെങ്കിലും 1, 2 പേര് കൂടുന്നതായ അവിടെ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നുവെങ്കിൽ അവരുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതുപോലെ കാലം നിങ്ങളെ ചുരുക്കപ്പെടായിട്ട് കുടുംബങ്ങളില് കർത്താവിനെ ആരാധിക്കുന്നുവെങ്കിൽ തന്നെയും നിങ്ങൾ വിചാരിക്കണം, ഞങ്ങളൊരു സഭയായിട്ട് ഇതുപോലെ കാലം കർത്താവിനെ ആരാധിക്കുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞ ദിവസങ്ങളില് ദൈവം തന്റെ ജനത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേക്കപ്പ് കോള് ഞാൻ ഓർക്കുന്നുണ്ട്. പല സമയങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ യാത്ര ചെയ്തപ്പോൾ ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോൾ രാവിലെ ഒരു 5 മണിക്കോ 4 മണിക്കോ 6 മണിക്കൊക്കെ എന്റെ ഫ്ലൈറ്റ് പോകുകയാണെങ്കിൽ ഞാൻ സാധാരണ താമസിക്കുന്ന ഹോട്ടലിൽ പറയാറുണ്ട്, നാളെ രാവിലെ എനിക്ക് ഒരു വേക്കപ്പ് പ്ലീസ് ഗിവ് മീ വേക്കപ്പ് കോൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് അവർ വെളുപ്പിന് 4 മണിക്കാണെങ്കിലും 5 മണിക്കാണെങ്കിലും അവരെ വിളിച്ച് ഉണർത്തും. അങ്ങനെ പ്രയാസമില്ലാതെ യാത്ര ചെയ്ത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവം തന്റെ ജനത്തെ ലോകമെമ്പാടും ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് ഉണർത്തുമ്പോൾ ആർ യു വില്ലിംഗ് ടു റെസ്പോണ്ട് ടു ദിസ് കോൾ? വേദപുസ്തക ചരിത്രത്തോടെ പഠിക്കുമ്പോൾ വ്യക്തികളെയും സമൂഹത്തെയും രാജ്യങ്ങളെയും രാജാക്കന്മാരെയും വിളിച്ച് ഉണർത്തിയ പല സംഭവങ്ങള് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരിക്കല് യെശയ്യാ പ്രവാചകന് ഒരു വലിയ വെളിപ്പാടുണ്ടായി. യെശയ്യാ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവ് അവിടെ വലിയൊരു ദർശനം കാണുകയാണ്. വ്യക്തിപരമായിട്ട് ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തില് ഇരിക്കുന്നത് ആര് കണ്ടു? ഞാൻ കണ്ടു എന്ന് യെശയ്യാവ് ഇവിടെ പറയാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാപ്പുകള് അവന് ചുറ്റും നിന്ന് ഓരോരുത്തർ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ വ്യക്തിപരമായിട്ട് നമ്മള് യെശയ്യാവിന് ദൈവം എന്തുമാണ് വെളിപ്പെടുകയാണ്. യെശയ്യാവിന് ദൈവം ഒരു ദർശനം കാണിക്കുന്ന കാര്യം, തന്റെ രാജാവ് മരിച്ചു. 52 ദീർഘവർഷക്കാലം ഭരിച്ചതായ ഉസ്സിയ രാജാവ് ഇപ്പോൾ മരിച്ചു. ഉസ്സിയാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു തന്റെ ജീവിതത്തില്. 16-ാമത്തെ വയസ്സില് രാജാവായ വ്യക്തിയാണ്. തന്റെ രാജ്യം എന്താണ് താൻ കെട്ടുറപ്പിച്ചു. അതുപോലെ കൃഷി മേഖലകളിലെല്ലാം വലിയ ഉയർച്ചയുണ്ടായി. രാജ്യത്ത് വലിയ സമ്പത്ത് വർദ്ധിപ്പിച്ചു. വളരെ ബലവാനായിരുന്നതായ ഒരു രാജാവായിരുന്നു ഉസ്സിയ രാജാവ്. എന്നാൽ അവനെ ഏൽപ്പിക്കാത്തതായ ചില കാര്യം അവൻ ചെയ്തതുകൊണ്ട് ധൂപമെടുത്ത് അവനെ വീശി. എന്നാൽ അത് അവൻ ചെയ്യേണ്ടതല്ലായിരുന്നു രാജാവായിരുന്നാൽ തന്നെയും. എന്നാൽ അത് ചെയ്തു കാരണം അവന്റെ മേലെ കുഷ്ഠം വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവന്റെ അവസാനം വളരെ പരിതാപകരമായി ഉസ്സിയാവ് അവസാനിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ അവസരത്തിൽ എന്താണ് ഇപ്പോഴേ യെശയ്യാവിന് ദൈവം ഒരു വേക്കപ്പ് കോൾ കൊടുക്കുകയാണ്. യെശയ്യാവിനെ ദൈവം ഒന്ന് ഉണർത്തുകയാണ്. യെശയ്യാവിന് വ്യക്തിപരമായിട്ട് എന്താണ് ദൈവം വെളിപ്പെട്ടതിന് ശേഷം സംസാരിക്കുക എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യെശയ്യാവ് ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി. അവൻ വ്യത്യാസപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വ്യക്തികളെയും രാജ്യങ്ങളെയും ഒക്കെ ഉണർത്തിയായ സംഭവങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നമ്മള് യോവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായത്തില് മൂപ്പന്മാരെ ഇത് കേൾക്കുവേൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവേൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ യഹൂദയെ വിളിച്ചുണർത്തുന്നതായ ഒരു വലിയ വിളി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ പ്രധാന വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവയുടെ ദിവസത്തെ കുറിച്ചാണ്. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ ജനത്തെ അടുപ്പിക്കുവാനായിട്ട് ദൈവം എന്തുമാണ് ഇപ്പോഴേ ഒരു പരിഹാരം കാണുകയാണ്. ദൈവം അവരെ ഉണർത്തുവാൻ വേണ്ടി ഇവിടെ നമ്മള് അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ തുള്ള
കള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വലിയ വരൾച്ച അവിടെ അനുഭവപ്പെടുന്നു, അഗ്നിബാധ അവിടെ ഉണ്ടാകുന്നു. ഈ വെട്ടിക്കിളിയെ അയച്ചുകൊണ്ട്, വരൾച്ച അയച്ചുകൊണ്ട്, അഗ്നിബാധ അയച്ചുകൊണ്ട് ഇവിടെ ജനം തിരിച്ചു വരുവാനായിട്ട് ദൈവം ഒരു മുഖാന്തരം അല്ലെങ്കിൽ ഒരു വലിയ വിളി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ തകർക്കപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വലിയ വിടുതൽ കൊടുക്കുന്ന അനുഭവം നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 12-ാം വാക്യം വായിക്കുമ്പോൾ മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായവ പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ടു മറഞ്ഞു പോയല്ലോ. താഴോട്ട് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അവിടെ 13-ാം വാക്യം പുരോഹിതന്മാരോട് വലിയ ഒരു വിളി കൂടെ കൊടുക്കുകയാണ്. പുരോഹിതന്മാരെ രട്ടുടത്ത് വിലപിക്കുവീൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ, എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവീൻ. അതിനുശേഷം 14-ാം വാക്യം വായിക്കുമ്പോൾ പറയാണ്, ഒരു ഉപവാസം നിയമിക്കുവീൻ, സഭായോഗം വിളിക്കുവീൻ, മൂപ്പന്മാരെ ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടി വരുത്തുവീൻ, യഹോവയോട് നിലവിളിക്കുവീൻ എന്നുള്ളതായ വലിയ ആഹ്വാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജനം മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നു, വലിയ ഉപവാസം അവരെ പ്രഖ്യാപിക്കുന്നു. 12-ാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് പറയാണ് 13-ാം വാക്യം, വസ്ത്രങ്ങളെ അല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നിങ്ങൾ തിരിയുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമല്ലയോ, അവൻ ആനന്ദത്തെ കുറിച്ച് അനുദപിക്കും. ഇവിടെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി മുറിക്കുവീൻ. നമ്മുടെ ഹൃദയത്തിന് ഈ ദിവസങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ ലൂക്കോസിന് ശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എമോസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ വളരെ നിരാശരായി യേശുവിന്റെ ക്രൂശീകരണത്തിന് ദൃക്സാക്ഷികളായിരുന്നു. അവർ വിശ്വസിച്ചു യേശു മശിഹായിട്ട് ഭരിക്കുവാൻ പോവുകയാണ്. എന്നാൽ അവരുടെ ആശയെല്ലാം നഷ്ടപ്പെട്ട് നിരാശരായി അവര് എമോസ് എന്ന് പറയുന്ന അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ യേശു അവരോട് ചേർന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശു ആരെന്ന് യേശു അവിടെ വെളിപ്പെടുത്തുന്നില്ല. കുറച്ച് സമയം കൂടെ നടന്നു. അതിനുശേഷം തിരുവെഴുത്തുകളെ കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, അവരോട് സംസാരിക്കുന്നു. എന്നാൽ ഇപ്പോഴും എന്താണ് യേശുവാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ അവരുടെ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സന്ധിയായി അവര് യേശുവിനെ ക്ഷണിക്കുകയാണ്. ഇന്ന് ഞങ്ങളോട് ഒന്നിച്ചു വന്ന് പാർക്കുക എന്ന് പറഞ്ഞ് യേശുവിനെ ക്ഷണിച്ചപ്പോൾ യേശുവിടെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. അവിടെ യേശു ചെന്നതിന് ശേഷം അപ്പം എടുത്ത് വാഴ്ത്തി അവർ കൊടുക്കുന്നു. അപ്പോൾ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അവരത് കഴിച്ചതിന് ശേഷം അവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ കണ്ണ് തുറന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് യേശു ആയിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുന്നതായ ഒരു സംസാരം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പറയാണ്, നമ്മളോട് തിരുവെഴുത്തുകളെ നമുക്ക് വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഉള്ളം കത്തിയല്ലോ എന്ന് അവരെ പറയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ കത്തുവാനായിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എന്താണ് നമ്മുടെ പുറമേ ഉള്ളതായ ഒരു കത്തലല്ല ഈ ദിവസം നമുക്ക് ആവശ്യം. വചനം വായിക്കുമ്പോഴേ, വചനം പഠിക്കുമ്പോഴേ, വചനം കേൾക്കുമ്പോഴേ, ഈ ദിവസങ്ങളിലെ ഈ സംഭവ വികാസങ്ങളെ നമ്മളെ വിളിച്ചുണർത്തുമ്പോൾ ഈ ദിവസങ്ങളിലെ നമ്മുടെ ഹൃദയത്തിന് ഒരു കത്തൽ ഉണ്ടാകണം. അങ്ങനെ ഹൃദയത്തിൽ ഒരു കത്തൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കിപ്പോൾ അവരുടെ ഗ്രാമത്തിൽ താമസിക്കേണ്ട പെട്ടെന്ന് അവരെ ഉടനെ തന്നെ അവരെന്തുവാണ് യെരൂശലേമിലേക്ക് യാത്ര തിരിച്ച് ഞങ്ങൾ മശിഹയെ കണ്ടു, ഞങ്ങൾ യേശുവിനെ കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുള്ളതായ വലിയ സാക്ഷ്യം എന്തുവാണ് അവരെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ പറയാണ്, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ
ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് ഇന്ന് തിരിയുമെന്നുള്ളതായ വലിയ ആഹ്വാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട് യഹോവ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുത്. ഇവിടെ വലിയ ഒരു കരച്ചിലാണ്, ക്ഷമ ചോദിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തോട് അവർ പറയാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അവരെ പ്രാർത്ഥിക്കുന്നതായ വലിയ ഒരു പ്രാർത്ഥന നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നെഹെമ്യാവ് വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചതായ വ്യക്തിയായിരുന്നു. രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. വളരെ കംഫർട്ടബിൾ ഒരു പൊസിഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു നെഹെമ്യാവ്. എന്നാൽ നമ്മളിവിടെ വായിക്കുന്ന 1-ാം അധ്യായത്തിൽ ഹനാനും തന്റെ സഹോദരനും ചില സഹോദരന്മാരുമായിട്ട് ഇപ്പോഴെ നെഹെമ്യാവിനെ അവരെ സന്ദർശിക്കുവാനായിട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നെഹെമ്യാവ് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴെ നമ്മുടെ നാട്ടില് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, യെരുശലേമിന്റെ ദേവാലയത്തിന്റെ മതിലുകളൊക്കെ ഇപ്പോഴും ഇടിഞ്ഞു തന്നെ കിടക്കുകയാണ്, യാതൊരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെഹെമ്യാവ് വളരെ ഭാരപ്പെട്ടു, വളരെ ദുഃഖിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ദുഃഖിക്ക് മാത്രമല്ല, താൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ച് താൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ തന്റെ പ്രാർത്ഥനയില് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. താൻ ആ 1-ാം അധ്യായത്തിലെ തകർക്കപ്പെട്ടവരായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതായിരുന്നു: ഞാനും എന്റെ പ്രതിഫലവും ദൈവമേ അനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നെഹെമ്യാവ് അവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നെഹെമ്യാവിന്റെ പാപം മാത്രമല്ല അവിടെ ഏറ്റു പറയുന്നത്, ഇസ്രായേൽ സമൂഹത്തിന്റെ മൊത്തം പാപം എന്താണ് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായ കരയുന്നതായ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതായ ഒരു നെഹെമ്യാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം വഴികൾ തുറക്കുന്നു. യെരുശലേമിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടിഞ്ഞു കിടന്നതായ 120 വർഷം ആരും നോക്കാതെ കിടന്നതായ മതിലുകള് ഇപ്പോഴെ പണി ആരംഭിക്കുവാനായിട്ട് അവിടെ ഇടയാകുന്നു. ഏതാണ്ട് 52 ദിവസം കൊണ്ട് മതിലിന്റെ പണി പൂർത്തീകരിച്ച് അത് ദൈവത്തിന് വേണ്ടി വീണ്ടും റീഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ട് പുനഃപ്രതിഷ്ഠ ചെയ്യുവാനായിട്ട് നെഹെമ്യാവിന് ഇടയായിത്തീർന്നു. എന്നാൽ അതെല്ലാം തുടങ്ങിയത് എവിടെയും ചോദിച്ചു കഴിഞ്ഞാല് പ്രാർത്ഥനയാണ് തുടങ്ങിയത്. ഞാനും എന്റെ പ്രതിഭവനവും പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമെന്നുള്ളതായ പ്രാർത്ഥന ഇവിടെ യോവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവരെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വലിയ വിടുതല് അയക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 18-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും അവർ തുടങ്ങി. ദൈവത്തോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അവരുടെ പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവത്തോട് അവർ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവരുടെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനതയെ ആദരിച്ച ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 19-ാം വാക്യം, യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്. എന്തുവായിരുന്നു ഉത്തരം? ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങള് അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളിലെ നിന്നയാക്കുകയില്ല. അവരുടെ നിന്ന എന്തുമാണ്? മാറ്റിക്കളഞ്ഞതായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങളുടെ അയച്ചിരിക്കുന്ന ഈ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടലും തുള്ളനും പച്ചപ്പടും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഇവിടെ വെട്ടിക്കിളിയെ അയക്കുവാനും നമ്മുടെ ദൈവത്തിന് സാധിക്കും, വെട്ടിക്കിളിയെ ഓടിക്കുവാനും നമ്മുടെ ദൈവത്തിന് സാധിക്കുന്നതായ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകല്ലേ.